നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഫെഡ് റിസർവ് 0.5% പലിശ കുറയ്ക്കാൻ സാധ്യത. ഇന്ത്യൻ വിപണിക്ക് അമിതാവേശം വേണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഏഷ്യൻ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത് ഇന്ത്യയുടെ കരുത്തും സാങ്കേതിക വിദ്യയുടെ ഡിമാൻഡുമാണെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യൻ വികസ്വര രാജ്യങ്ങളുടെ വളർച്ചാ പ്രവചനം 5.1%. വെള്ളിവില കിലോയ്ക്ക് 2 ലക്ഷം കടക്കുമെന്ന് പ്രവചനം. സർവകാല റെക്കോർഡിലേക്കുള്ള കുതിപ്പിലേക്ക് നയിക്കുന്നത് ഓട്ടോമോട്ടീവ് മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഉറപ്പിച്ചെന്ന് സൂചനയുമായി US. അമേരിക്കൻ ചരിത്രത്തിൽ ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യാപാര വാഗ്ദാനങ്ങളാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ആമസോൺ ഇന്ത്യയിൽ $35 ബില്യൺ നിക്ഷേപം നടത്തും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി $80 ബില്യൺ ഉയർത്തും. വാർത്തകൾ വിശദമായി. ഫെഡ് റിസർവ് 0.5% പലിശ കുറയ്ക്കാൻ സാധ്യത. ഇന്ത്യൻ വിപണിക്ക് അമിതാവേശം വേണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ. പലിശ കുറച്ചാൽ വിപണി കുതിച്ചുയരുമെന്ന പ്രതീക്ഷ അധികം വേണ്ടെന്നാണ് ഇന്ത്യൻ നിക്ഷേപകരോട് വിദഗ്ധർ പറയുന്നത്. പലിശ നിരക്ക് കുറയ്ക്കുമ്പോഴും വിപണിക്ക് കർശനമായ സന്ദേശം നൽകുന്ന ഹോക്കിഷ് കട്ടാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനുലൈഫ് ഇൻവെസ്റ്റ്മെന്റിലെ മാർക്ക് ഫ്രാങ്ക്ലിൻ പറയുന്നു. അതേസമയം US ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറച്ചാൽ ഇന്ത്യ പോലുള്ള വളർന്നുവരുന്ന വിപണികൾക്ക് അത് ശുഭവാർത്തയാണ്. കാരണം കുറഞ്ഞ പലിശ നിക്ഷേപകരെ ഉയർന്ന വരുമാനം നൽകുന്ന ഇന്ത്യൻ ഓഹരികളിലേക്കും ബോണ്ടുകളിലേക്കും ആകർഷിക്കും. ഫെഡ് കട്ട് ഇന്ത്യൻ വിപണിയെ സന്തോഷിപ്പിക്കാത്തതിന് 4 കാരണങ്ങളും അവർ നൽകുന്നുണ്ട്. ഒന്നാമത്തേത്, ചെറിയ നിരക്ക് കുറയ്ക്കലുകൾ അപ്രസക്തമാണെന്നതാണ്. ഇക്കണോമിക്സ് റിസർച്ചിലെ G. ചൊക്കലിംഗമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 25 ബേസിസ് പോയിന്റിനും 50 ബേസിസ് പോയിന്റിനും ഇടയിൽ കുറയ്ക്കുന്നതല്ല. ഫെഡ് ഒരു വലിയ ഡൗൺവേർഡ് സൈക്കിളിൽ ആയിരിക്കുമ്പോൾ മാത്രമേ ഇന്ത്യൻ വിപണിക്ക് യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാകൂ. രണ്ടാമതായി, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നമാണ്. US-ൽ കടുത്ത റേറ്റ് കട്ട് നടക്കുന്നത് ചില പ്രശ്നങ്ങളുടെ സൂചനയാണ്. അതായത് സാമ്പത്തിക വളർച്ച ദുർബലമാകുമ്പോഴോ പണപ്പെരുപ്പ ഞെരുക്കം ഉണ്ടാകുമ്പോഴോ ആണ് പലിശ കുറയ്ക്കുന്നത്. ഓഹരികളും റിയൽ എസ്റ്റേറ്റും റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുമ്പോൾ പലിശ കുറയ്ക്കുന്ന ഈ സാഹചര്യം കൂടുതൽ സങ്കീർണമാണ് എന്നതിന്റെ സൂചനയാണ്. അപ്പോൾ അത് ഇന്ത്യൻ കയറ്റുമതിയെയും രൂപയുടെ മൂല്യത്തെയും ബാധിക്കും. ഇന്ത്യ US വിപണികൾ തമ്മിലുള്ള ബന്ധം അത്ര ശക്തമല്ലെന്നതാണ് അടുത്തത്. അവർ ഇന്ത്യൻ ബോണ്ടുകളിൽ പണം നിക്ഷേപിച്ചേക്കാം, പക്ഷേ ഇന്ത്യൻ ഓഹരികളിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ഹൈ റിസ്ക് ലോ റിട്ടേൺ സമസ്യയാണ് അടുത്തത്. വിദേശ നിക്ഷേപകർക്കറിയാം, രൂപ പ്രതിവർഷം ശരാശരി 3.5% വരെ ഇടിയാറുണ്ട്. US ബോണ്ടുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന് ഏകദേശം തുല്യമാണിത്. അതുകൊണ്ട് തന്നെ രൂപയുടെ തകർച്ച ഇന്ത്യൻ ഓഹരി വിപണിയിലെ ലാഭക്ഷമത കുറയ്ക്കുമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏഷ്യൻ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത് ഇന്ത്യയുടെ കരുത്തും സാങ്കേതിക വിദ്യയുടെ ഡിമാൻഡുമാണെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യൻ വികസ്വര രാജ്യങ്ങളുടെ വളർച്ചാ പ്രവചനം 5.1% ഉയർത്തി. 2025 സാമ്പത്തിക വർഷം 4.8% വളർച്ച പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് പുതിയ പ്രവചനം. 2026 വളർച്ചയും 4.5% നിന്ന് 4.6% ഉയർത്തി. ഇതിന് പിന്നിൽ 2 കാരണങ്ങളാണ് ബാങ്കിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, മേഖലയിലെ ഹൈടെക് ഉൽപ്പന്നങ്ങൾക്കുള്ള ശക്തമായ ഡിമാൻഡ്. 2, ഇന്ത്യയുടെ പ്രതീക്ഷിച്ചതിലും വേഗത്തിലുള്ള വളർച്ച. US-മായി പല രാജ്യങ്ങളും കരാറിലെത്തിയിട്ടുണ്ട്. ഇതോടെ വ്യാപാര അനിശ്ചിതത്വം കുറഞ്ഞതും വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തെക്കൻ ഏഷ്യയുടെ വളർച്ചാ പ്രതീക്ഷയിലാണ് ഇന്ത്യയുടെ കരുത്തിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബറിൽ അവസാനിച്ച സാമ്പത്തിക പാദത്തിൽ ഇന്ത്യ 8.2% വളർച്ച രേഖപ്പെടുത്തി. മേഖലയുടെ മുന്നേറ്റം 5.9% നിന്ന് 6.5% കുത്തനെ ഉയർന്നിട്ടുണ്ട്. ദക്ഷിണേഷ്യയുടെ മൊത്തം GDP-യുടെ ഏകദേശം 80% ഇന്ത്യയുടെ സംഭാവനയായതിനാൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഈ ഉപമേഖലയെ മൊത്തത്തിൽ ഉയർത്തുന്നു. ഇന്ത്യക്ക് സ്വന്തമായി ഒരു വലിയ ശക്തിയുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. യുവജനത, വർദ്ധിച്ചുവരുന്ന മധ്യവർഗം, കൂടാതെ ഫാക്ടറികളിലും ഡിജിറ്റൽ സേവനങ്ങളിലുമുള്ള വർദ്ധിച്ച നിക്ഷേപവും കരുത്താണ്. ഇന്ത്യയിലെ ഈ തുടർച്ചയായ ഡിമാൻഡ് ഏഷ്യയിലെമ്പാടുമുള്ള ഉൽപ്പന്നങ്ങൾക്കും
സാങ്കേതിക വിദ്യകൾക്കും ആവശ്യകത സൃഷ്ടിക്കുന്നു. ഇന്ത്യ ഇപ്പോൾ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് ഇലക്ട്രോണിക്സ്, ഘടകങ്ങൾ, യന്ത്രസാമഗ്രികൾ എന്നിവ വൻതോതിൽ വാങ്ങുന്നു. ഇത് ദക്ഷിണ കൊറിയ, തായ്വാൻ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ പ്രാദേശിക സപ്ലൈ ചെയിൻ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. ചൈനയുടെ 2025 വളർച്ചാ പ്രതീക്ഷ 4.7% നിന്ന് 4.8% നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് അവരുടെ 5% ലക്ഷ്യത്തിന് താഴെയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തകർച്ചയാണ് ചൈനയ്ക്ക് ഇപ്പോഴും വെല്ലുവിളി. ഇവിടെയാണ് ഇന്ത്യയുടെ പങ്ക്. ചൈനയുടെ ഈ കുറഞ്ഞ വളർച്ചയെ സന്തുലിതമാക്കാൻ ഇന്ത്യയുടെ ശക്തമായ വളർച്ച സഹായിക്കുന്നു. ഇത് ഏഷ്യയുടെ മൊത്തത്തിലുള്ള വളർച്ചാ നിരക്ക് നിലനിർത്താൻ നിർണായകമാണ്. അതേസമയം തിരിവുകൾ വീണ്ടും ഉയർത്താനുള്ള സാധ്യത, വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വം, സാമ്പത്തിക വിപണിയിലെ ചാഞ്ചാട്ടം എന്നിവയെല്ലാം പ്രധാന റിസ്കുകളാണ്. കൂടാതെ ഇന്തോനേഷ്യ, തായ്ലാന്റ് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്കം പോലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളും ആഭ്യന്തര രാഷ്ട്രീയ സംഭവവികാസങ്ങളും വളർച്ചയ്ക്ക് തടസ്സമായേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെള്ളിവില കിലോയ്ക്ക് 2 ലക്ഷം കടക്കുമെന്ന് പ്രവചനം. സർവകാല റെക്കോർഡിലേക്കുള്ള കുതിപ്പിലേക്ക് നയിക്കുന്നത് ഓട്ടോമോട്ടീവ് മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിലെ റിപ്പോർട്ടാണ് നിക്ഷേപകരെ ഞെട്ടിക്കുന്നത്. 2025 മുതൽ 2031 വരെ ആഗോള ഓട്ടോമോട്ടീവ് മേഖലയിലെ വെള്ളി ഡിമാൻഡ് പ്രതിവർഷം 3.4% എന്ന സംയുക്ത നിരക്കിൽ വളരും. ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ഹരിത ഊർജ്ജത്തിന്റെ നട്ടെല്ലാണ് വെള്ളി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം റിലയൻസ് സെക്യൂരിറ്റീസിലെ ജിഗർ ത്രിവേദി ഈ മാസം തന്നെ വെള്ളിവില 2 ലക്ഷം അല്ലെങ്കിൽ 2,10,000 വരെ എത്തിയേക്കാമെന്ന് പ്രവചിക്കുന്നു. വെള്ളിയുടെ കരുത്ത് പ്രകടമാക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സൂചകമാണ് ഗോൾഡ് ടു സിൽവർ അനുപാതം. കഴിഞ്ഞ 3-4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഈ അനുപാതം, 68-69 നിലവാരത്തിൽ. ഇത് വെള്ളിയുടെ മുന്നേറ്റത്തിന് കിട്ടിയ പച്ചക്കൊടിയാണ്. വ്യവസായ ആവശ്യകത ശക്തമായി തുടരുന്നതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിശക്തമായ കുതിപ്പിന് പിന്നിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നിരവധി ഘടകങ്ങളുണ്ടെന്നും വിദഗ്ധർ വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്ര പിരിമുറുക്കങ്ങൾ, US തീരുവകൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആശങ്കകൾ ലോകത്തെ കേന്ദ്ര ബാങ്കുകൾ സ്വർണവും വെള്ളിയും വാങ്ങിക്കൂട്ടുന്നത്, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിലേക്കുള്ള നിക്ഷേപ പ്രവാഹം എന്നിവയെല്ലാം ഇതിനു പിന്നിലുണ്ട്. അതേസമയം ഫെഡിന്റെ സാമ്പത്തിക പ്രവചനങ്ങളും ഡോട്ട് പ്ലോട്ടും നിർണായകമാണ്. അടുത്ത വർഷം 3 തവണ നിരക്ക് കുറയ്ക്കുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫെഡ് 1 തവണയോ 2 തവണയോ മാത്രമേ നിരക്ക് കുറയ്ക്കൂ എന്ന സൂചന നൽകിയാൽ സ്വർണത്തിനും വെള്ളിയിലും കനത്ത തിരുത്തൽ വന്നേക്കാം. ഈ കുത്തനെയുള്ള വർധനവ് കാരണം ഇടയ്ക്ക് ലാഭമെടുക്കാനുള്ള സാധ്യതയുണ്ട്. 1,80,000 മുതൽ 2 ലക്ഷം വരെയാകാം ഈ മാസം വെള്ളിയുടെ പ്രധാന റേഞ്ച് എന്നാണ് IBJA വൈസ് പ്രസിഡന്റായ അക്ഷ കമ്പോജ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഉറപ്പിച്ചെന്ന സൂചനയുമായി US. അമേരിക്കൻ ചരിത്രത്തിൽ ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യാപാര വാഗ്ദാനങ്ങളാണ് ഇന്ത്യ നൽകിയിരിക്കുന്നതെന്ന് US ട്രേഡ് പ്രതിനിധി. ഇന്ത്യൻ നയതന്ത്രത്തിന്റെ വിജയമാണ് ഇപ്പോൾ US സെനറ്റ് കമ്മിറ്റിയിൽ ചർച്ചയാകുന്നതെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഏറ്റവും മികച്ച വ്യാപാര വാഗ്ദാനങ്ങളാണ് ഇന്ത്യ നൽകിയിരിക്കുന്നതെന്ന് US ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രിർ വ്യക്തമാക്കി. സെനറ്റ് കമ്മിറ്റി മുമ്പാകെയാണ് ഈ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്. US ഡെപ്യൂട്ടി ട്രേഡ് പ്രതിനിധി റിക് സിറ്റ്സറിന്റെ നേതൃത്വത്തിലുള്ള US പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശനത്തിലിരിക്കെയാണ് ഈ പ്രസ്താവനയെന്നതും ശ്രദ്ധേയമാണ്. തീരുവകൾ സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സുപ്രധാന ചർച്ചകളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യ മുൻപേ തന്നെ കടുപ്പമേറിയ കക്ഷിയായിരുന്നു. ചില വിളകൾ, മാംസം, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് ഇന്ത്യ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ നിലവിലെ ചർച്ചകളിൽ പുരോഗതിയാണ് കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിടെ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും ഫെബ്രുവരിയിൽ രൂപം നൽകിയ കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യമാക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നതെന്നും US വ്യക്തമാക്കി. പ്രതിരോധം, ഊർജം, ബഹിരാകാശം, സാങ്കേതികവിദ്യ, വിതരണ ശൃംഖലയുടെ പ്രതിരോധശേഷി എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ US ഭരണകൂടം താൽപര്യപ്പെടുന്നതായി US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആലിസൺ ഹുക്കറും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചർച്ചകൾക്കായി US സംഘം ഡൽഹിയിലെത്തിയെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ കയറ്റുമതി നേരിടുന്ന താരിഫ് വെല്ലുവിളി പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ. ഇന്ത്യയും US-ഉമായുള്ള നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചർച്ചകൾക്കായി US സംഘം ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാര കരാർ അധികം വൈകാതെ ഉണ്ടാകുമെന്നും ഗോയൽ പറഞ്ഞു. ഡെപ്യൂട്ടി US ട്രേഡ് പ്രതിനിധി റിക് സ്വിറ്റ്സറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്ത്യൻ പ്രതിനിധി രാജേഷ് അഗർവാളുമായി വ്യാപാര ചർച്ച നടത്തും. ദക്ഷിണ മധ്യേഷ്യയുടെ അസിസ്റ്റന്റ് US ട്രേഡ് പ്രതിനിധി ബ്രൻഡൻ ലിങ്ക് ഇന്ത്യൻ വാണിജ്യ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ദർപ്പൺ ജെയിനുമായി ചർച്ച നടത്തും.
ഇന്ത്യയും യുഎസും കരാറിന്റെ ആദ്യഘട്ടം അന്തിമമാക്കാൻ ശ്രമിക്കുന്നതിനാൽ ഈ സന്ദർശനം നിർണായകമാണ്. റഷ്യൻ അസംസ്കൃത എണ്ണവാങ്ങൽ മൂലം അമേരിക്കൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫും 25% അധിക പിഴയും ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള യുഎസ് ഉദ്യോഗസ്ഥരുടെ രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമാണിത്. സെപ്റ്റംബർ 16-നാണ് യുഎസ് ഉദ്യോഗസ്ഥർ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. സെപ്റ്റംബർ 22-ന് വ്യാപാര ചർച്ചകൾക്കായി ഗോയൽ യുഎസിലേക്ക് ഒരു ഔദ്യോഗിക പ്രതിനിധി സംഘത്തെയും നയിച്ചു. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ താരിഫ് പ്രശ്നം പരിഹരിക്കേണ്ട ഒരു ചട്ടക്കൂട് വ്യാപാര കരാറിൽ ഇന്ത്യ ഈ വർഷം തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഉഭയകക്ഷി വ്യാപാര കരാർ പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയ അഗർവാൾ ഇന്ത്യൻ കയറ്റുമതിക്കാർ നേരിടുന്ന പരസ്പര താരിഫ് വെല്ലുവിളി പരിഹരിക്കുന്ന ഒരു ചട്ടക്കൂട് നിർമ്മിക്കുമെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 275 പോയിന്റ് ഇടിഞ്ഞ് 84,391 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 81 പോയിന്റ് ഇടിഞ്ഞ് 25,758 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സഫാൻ ചേരുന്നുണ്ട്. സഫാൻ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചിരിക്കുന്നത്? ഇന്നത്തെ ഇടിവ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിലെല്ലാം ഒരു വീക്ക് ക്ലോസ് എക്സാക്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ മൂവ്മെന്റ് ഒരു ട്രാപ്പ് മൂവ്മെന്റ് ആയിട്ടാണ് മാർക്കറ്റ് വിലയിരുത്തുന്നത്. ഇന്ന് ഹയർ ലെവലിൽ റിജക്ഷൻ ഫോം ചെയ്തിട്ട് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഒരു വീക്ക് ക്ലോസിംഗ് ഏകദേശം 1.9% ഇടിവാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 27 നവംബറിലാണ് ഒരു പ്രോപ്പർ ഹൈ റിജക്ഷൻ ക്യാൻഡിൽ 18,000 എന്ന ലെവലിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽസ് ആയിരുന്നു റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേ അവസാന മണിക്കൂറിൽ റീകവറി ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിൽ പോലും ഇന്ന് അത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഹയർ ലെവലിലെ റിജക്ഷൻ അതിനുശേഷം സ്മോൾ ക്യാപ്പ് ഓഹരികളിലെല്ലാം നല്ലൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. സമാനമായ ഒരു ഇടിവ് തന്നെയാണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സിന്റെ ഇമ്പോർട്ടന്റ് ലെവലായ 59,965, 59,692 ഈ ഒരു സോൺ കറന്റ് ഒരു സപ്ലൈ സോണായി ആക്ട് ചെയ്യുന്നത്. ഇന്നും ഒരു വീക്ക് ക്ലോസിംഗ് ആണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ലോവർ ലെവലിൽ നിന്ന് ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ആണെങ്കിൽ ഇന്നൊരു വീക്ക് ക്യാൻഡിൽ ക്ലോസിംഗിലേക്കാണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഏകദേശം 1.13% ഇടിവാണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ അവസാന മണിക്കൂറിൽ ഒട്ടുമിക്ക സൂചികകളെല്ലാം സെൽ ഓഫ് ആയിരുന്നു. നിഫ്റ്റിയിൽ ഏകദേശം 0.32% ഇടിവാണ് കറന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റിൽ എന്നിരുന്നാൽ പോലും നിഫ്റ്റി കറന്റ് നിയർ സപ്പോർട്ട് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. 25,861, 25,741 എന്ന റേഞ്ച് നിയർ ടേം സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സഫാനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,945 രൂപയിലും പവന് 95,560 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 65 രൂപ കൂടി 9,825 രൂപയായി. വെള്ളിവിലയും വർദ്ധിച്ചു. ഗ്രാമിന് 5 രൂപ ഉയർന്ന് 195 രൂപയിലെത്തി. ക്രിസ്മസ് പുതുവത്സര അവധി പ്രമാണിച്ച് ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് പ്രത്യേക തീവണ്ടികൾ പ്രഖ്യാപിച്ചു. ഹുബ്ബള്ളി തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു SMVT, ബംഗളൂരു SMVT കൊല്ലം ഹുബ്ബള്ളി എന്നീ റൂട്ടുകളിലാണ് പ്രത്യേക സർവീസുകൾ നടത്തുക. പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം എന്നിവിടങ്ങളിലാകും ട്രെയിനുകളുടെ സ്റ്റോപ്പ്. രാജീവ് ഗാന്ധി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഹോസ്പിറ്റലിലെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1,90,500 രൂപ മുതൽ 3,05,000 രൂപ വരെ ശമ്പളം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് MBBS, MD, MS അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ആവശ്യമാണ്. ഡിസംബർ 15 വരെ അപേക്ഷാ ഫോം സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഫെഡ് റിസർവ് 0.25% പലിശ കുറയ്ക്കാൻ സാധ്യത. ഇന്ത്യൻ വിപണിക്ക് അമിതാവേശം വേണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ.
ഏഷ്യൻ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത് ഇന്ത്യയുടെ കരുത്തും സാങ്കേതികവിദ്യയുടെ ഡിമാൻഡുമാണെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യൻ വികസന രാജ്യങ്ങളുടെ വളർച്ചാ പ്രവചനം 5.1% ഉയർത്തി. വെള്ളിവില കിലോയ്ക്ക് 2 ലക്ഷം കടക്കുമെന്ന് പ്രവചനം. സർവകാല റെക്കോർഡിലേക്കുള്ള കുതിപ്പിലേക്ക് നയിക്കുന്നത് ഓട്ടോമോട്ടീവ് മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഉറപ്പിച്ചെന്ന സൂചനയുമായി US അമേരിക്കൻ ചരിത്രത്തിൽ ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യാപാര വാഗ്ദാനങ്ങളാണെന്ന് ഇന്ത്യ. ആമസോൺ ഇന്ത്യയിൽ $35 ബില്യൺ നിക്ഷേപം നടത്തും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി $80 ബില്യൺ ഉയർത്തും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.